ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ 2 ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒഫീഷ്യലായിട്ടുള്ള ചില തിരക്ക് കാരണം മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നും അപ്ഡേറ്റുകളൊന്നും തരാൻ സാധിക്കാതിരുന്നത്. എന്നാലും ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് രാത്രിയിലൊക്കെ ഇടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാം, നിങ്ങൾക്കെല്ലാം നിങ്ങളിൽ ചിലരൊക്കെ അറിഞ്ഞു കാണും നമ്മുടെ ഹൈറിസിനെ കുറിച്ച് CBI അന്വേഷണം വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അനിൽ അക്കരെ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ബഡ്സ് ആക്ടിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റി തന്നെ അത് പോലീസിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി പോലീസും കൂടി ഇതിൽ അന്വേഷണം ആവശ്യമാണ്. ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് ബഡ്സ് ആക്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി വ്യാപിച്ചു കിടക്കുന്ന തട്ടിപ്പാണെങ്കിൽ അതിൻ്റെ നിയുക്തമായ അല്ലെങ്കിൽ അതിന് യോജിച്ച അന്വേഷണം എന്ന് പറയുന്നത് CBI ആണ്. അവരെ കേസ് ഏൽപ്പിക്കേണ്ടതാണ് എന്ന് അതിൽ തന്നെ ബഡ്സ് ആക്ടിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ തട്ടിപ്പ് ഇവർ സുഗമമായി നടത്തിപ്പോന്നിരുന്നു. ഇന്നും ചില ആൾക്കാരൊക്കെ അതിൻ്റെ ലീഡർമാരൊക്കെ സൂം മീറ്റിങ്ങും ഇതുപോലെയുള്ള ഡെപ്പോസിറ്റുകളും കൂപ്പണുകളും ഷെയറുകളും ഒക്കെ വിൽപ്പന നടത്തുന്നുമുണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും അല്പം വൈകിയാണെങ്കിലും ഇത് കഴിഞ്ഞ മാസം 20-ാം തീയതിയോ മറ്റോ ഉള്ള ഒരു ലെറ്ററാണ് ഇപ്പോൾ ഇന്ന് അനിൽ അക്കരെ പങ്കുവെച്ചത്. കഴിഞ്ഞ ഡിസംബർ മാസം 20-ാം തീയതിയുള്ള അണ്ടർ സെക്രട്ടറിയുടെ ലെറ്ററാണ്. സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഉള്ള ലെറ്ററാണ് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ റിപ്പോർട്ടിനനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ CBI അന്വേഷണം ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ചൊന്നും കംപ്ലൈൻറ്റ് കൊടുക്കരുത്, വേണമെങ്കിൽ ശ്രീനക്കും പ്രതാപനും എതിരെ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ നല്ല നല്ല മോട്ടിവേഷനും നല്ല 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 സുഖിപ്പിക്കൽ നമ്മുടെ സൂം മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്ത് ഇവരുടെ ലീഡർമാർ, അത് ആരായിക്കോട്ടെ, ഒട്ടുമിക്ക ലീഡർമാരും തന്നെ അവർക്ക് ഈ ജീവിതകാലം സമ്പാദിക്കേണ്ട സംഖ്യയൊക്കെ സമ്പാദിച്ച് വച്ചിരിക്കുന്നതാണ്. 2 കോടിയും 3 കോടിയോ 5 കോടിയോ ഒക്കെ സമ്പാദിച്ചിട്ടുള്ളവരാണ് ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ കമ്പനി എപ്പോൾ തുടങ്ങിയാലും, ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് തുടങ്ങിയാലും അല്ലെങ്കിൽ തുടങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നതാണ്. അത്ര വരെ ഇവർ സൂം മീറ്റിങ്ങുകളും ഇവരുടെ സ്വന്തം വീട്ടിൽ നിന്നുള്ള സൂം മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിൽ പോയിട്ട് പൈസ വെച്ചിട്ട് ട്രെയിനിങ്ങുകൾ നടത്തി ഇവർ ജീവിതം അടിച്ചു പൊളിക്കുന്നതായിരിക്കും. എന്നാൽ അങ്ങനെയല്ല, ഒരു പട്ടിണി പാവങ്ങളായ ഉള്ള പൈസ തേച്ചും ഇതിലിട്ടിട്ട് ശനിയാഴ്ച കൂലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുറച്ച് ആൾക്കാർ ഇതിലുണ്ട്. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവർക്ക് എന്തെങ്കിലും ഈ ശനിയാഴ്ച രാത്രി കൂലി കിട്ടിയാൽ മാത്രമേ അന്ന് പേ ഔട്ട് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ അത് ബാങ്കിലെത്തി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് പെട്ടിരിക്കുന്നത്. ലീഡർമാർക്ക് തന്നെ ഒരു കാര്യവും ഇതിനി പ്രതാപനെ പോലെ ഈ കമ്പനി എന്തായാലും പ്രശ്നമില്ലാത്തവരാണ്. അപ്പോൾ പറയാനുള്ളത്, നമ്മുടെ ശ്രീന മേഡമൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം. ഫേസ്ബുക്കിൽ ശ്രീന പ്രതാപൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് 8 ദിവസമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 8 ദിവസമായിട്ട് ശ്രീന പ്രതാപൻ ഫേസ്ബുക്കിൽ യാതൊരുവിധ പോസ്റ്റുകളും പങ്കുവെക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ ഇതിൻ്റെ മെമ്പർമാരിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനി ഇവർ
ഇതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന കാര്യം മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ രണ്ടുപേർക്കും പാസ്പോർട്ടായി എന്നുള്ളതാണ്. പാസ്പോർട്ടായി എന്നുള്ളത് ആരും തന്നെ സന്തോഷിക്കേണ്ട കാര്യമല്ല. ഇതിൽ ചേർന്നവരൊക്കെ കരുതിയിരിക്കേണ്ട കാര്യമാണ് ഇവർക്ക് പാസ്പോർട്ട് ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ കൂടുതലൊന്നുമില്ല, കുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകിട്ട് കാണാം. ബൈ.